അപ്പോൾ നമ്മളുടെ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് എന്താണ്? ടോപ്പ് ഡൗൺ അനാലിസിസ് ആണ്. ഓക്കെ, ടോപ്പ് ഡൗൺ അനാലിസിസ് ICTയിലെ ഒരു വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സെക്ഷൻ തന്നെയാണ് ഈ ടോപ്പ് ഡൗൺ അനാലിസിസ്. ടോപ്പ് ഡൗൺ അനാലിസിസ് എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മൾ ഡിഫറെൻറ്റ് ടൈം ഫ്രെയിംസ് യൂസ് ചെയ്തുകൊണ്ട് മാർക്കറ്റിനെ അനാലിസിസ് ചെയ്യുന്ന ഒരു മെത്തേഡിനെയാണ് നമ്മൾ എന്താണ് ടോപ്പ് ഡൗൺ അനാലിസിസ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനെ നമ്മൾ മൾട്ടി ടൈം ഫ്രെയിം അനാലിസിസ് എന്ന് കൂടി പറയും. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. വെൽക്കം ടു T4T. അപ്പോൾ നമുക്ക് നേരെ ടോപ്പ് ഡൗൺ അനാലിസിസിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്കൊരു റിലേറ്റബിൾ ആയിട്ടുള്ളൊരു എക്സാമ്പിൾ നോക്കാം. ഓക്കെ, ഞാൻ എൻ്റെ ലൈഫിലുള്ളൊരു എക്സാമ്പിൾ പറയുകയാണ്. ഞാൻ +2 പഠിക്കുന്നത്, 12ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. ഓക്കെ, എനിക്ക് ഒരു 4 ദിവസം കഴിഞ്ഞാൽ എനിക്ക് ബിസിനസ് സബ്ജക്റ്റിൽ ഒരു എക്സാം കണ്ടക്ട് ചെയ്യണം. ഓക്കെ, സ്കൂളിൽ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു എക്സാമാണ് ബിസിനസ്സിൻ്റെ എക്സാം. ഓക്കെ, അപ്പം എനിക്ക് തോന്നുന്നു ഒരു 10 ചാപ്റ്റർ എനിക്ക് പഠിക്കാനുണ്ട്. ഓക്കെ, 10 ചാപ്റ്റർ പഠിക്കാനുണ്ട്. ഓക്കെ, എനിക്ക് എല്ലാത്തിനെയും കുറിച്ച് ജസ്റ്റ് ഒരു ഐഡിയ ഉള്ളൂ. പക്ഷേ ഒരു എക്സാമിന് പ്രിപ്പയർ ചെയ്യാനെങ്കിൽ ഒന്നുകൂടി എനിക്ക് പ്രിപ്പയർ ചെയ്യണം. ഓക്കെ, ഇതെല്ലാം ഒന്നുകൂടി പഠിക്കണം. അപ്പോൾ ഞാൻ ഈ ടോപ്പ് ഡൗൺ അനാലിസിസിൻ്റെ ബേസിൽ പഠിക്കുകയാണെങ്കിൽ ഞാൻ എങ്ങനെയായിരിക്കും ചെയ്യുക? ഈ 10 ചാപ്റ്റർ പഠിക്കാനുള്ളതിനെ എനിക്ക് കൂടുതലായിട്ട് ടഫുള്ളത് അതിനെ ഞാൻ ഹൈ എന്ന് കൊടുക്കും. ഓക്കെ, എന്ന് വെച്ചാൽ എനിക്ക് പഠിച്ചെടുക്കാൻ കുറച്ച് പാടുള്ള ചാപ്റ്റേഴ്സ് ഈ ബിസിനസ് സബ്ജക്റ്റിൽ എനിക്ക് പഠിച്ചെടുക്കാൻ പാടായിട്ടുള്ള അല്ലെങ്കിൽ കുറച്ച് ഹാർഡായിട്ടുള്ള ചാപ്റ്റേഴ്സിനെ ഞാൻ ഈ ഹൈ സെക്ഷനിൽ കൊടുക്കും. ഓക്കെ, പിന്നെ ഞാനൊരു മിഡ് സെക്ഷൻ കൊടുക്കും. മിഡ് സെക്ഷനിൽ എനിക്ക് അറിയാം. ഓക്കെ, മിഡ് സെക്ഷനിൽ എനിക്ക് അത്യാവശ്യം അറിയണ കാര്യങ്ങളൊക്കെയാണ്. അതേപോലെ ലോവർ എന്നുള്ള സ്ഥലത്ത് അത് ഇനി പഠിച്ചിട്ടില്ലെങ്കിലും കുഴപ്പമില്ല, എനിക്ക് എക്സാം വന്നാൽ ചോദിച്ചാൽ എനിക്ക് എഴുതാൻ കഴിയുന്നുള്ളൊരു കോൺഫിഡൻസ്. അപ്പോൾ ഞാൻ ചെയ്യും? ഈ ഒരു 10 ചാപ്റ്റർ, ഈ ബിസിനസ് എന്ന് പറയുന്ന ഈ സബ്ജക്റ്റിനെ ഞാൻ 10 ചാപ്റ്ററായിട്ടാണ് എനിക്ക് ഡിവൈഡ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ആ 10 ചാപ്റ്ററിൽ തന്നെ ഒരു 4 ചാപ്റ്റർ എന്നെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ടഫായിട്ടുള്ളൊരു ഇതാണ്. അപ്പോൾ അതിനെ ഞാൻ ഹൈ എന്ന് പറഞ്ഞൊരു സെക്ഷനിലേക്ക് കൊടുത്തു. അതുപോലെ ഒരു 3 ചാപ്റ്റർ എനിക്ക് മിഡ് എന്ന് പറഞ്ഞാൽ എനിക്ക് അറിയാം പിന്നെ ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി. ഓക്കെ, ബാക്കിയുള്ള ഒരു 3 എന്ന് പറയുന്നത് എനിക്ക് ലോവറാണ്. എന്ന് വെച്ചാൽ എനിക്ക് പെട്ടെന്ന് ഗ്രാസ്പ് ചെയ്തെടുക്കാൻ പറ്റും, ഇനി പഠിച്ചിട്ടില്ലെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ ഞാൻ ഫസ്റ്റ് ഈ ഹൈ സെക്ഷനിലുള്ള എനിക്ക് ഹാർഡായിട്ടുള്ള ഈ 4 ചാപ്റ്റേഴ്സും ഞാൻ ആദ്യം പഠിച്ചു തീർക്കും. അതിനുശേഷം ഞാൻ ഈ മിഡിലേക്ക് വരും. ഓക്കെ, എനിക്ക് ഒന്ന് വായിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് റെഫർ ചെയ്താൽ പെട്ടെന്ന് മനസ്സിലാവുന്ന രീതിയിലുള്ള ബാക്കി 3 ചാപ്റ്റർ അതിനുശേഷം ഞാനത് തീർക്കും. അതിനുശേഷം സമയമുണ്ടെങ്കിൽ ഞാൻ ഈ ലോവർ സെക്ഷനിലെ എൻ്റെ 3 ചാപ്റ്ററും ഞാൻ പഠിക്കും. ഓക്കെ, അങ്ങനെ ഞാൻ ബിസിനസ്സിന് പ്രിപ്പയർ ആയി. ഓക്കെ, ഇതിൽ ഞാൻ ചെയ്ത ഒരു മെത്തേഡ് ഒരു ടോപ്പ് ഡൗൺ ആയിട്ടാണ് എൻ്റെ ഒരു സ്റ്റഡി വന്നിട്ടത്. ടോപ്പ് ഡൗൺ എനിക്ക് ഹാർഡായിട്ടുള്ള കാര്യം ഞാൻ ഫസ്റ്റ് പഠിച്ചു. പിന്നെ മിഡ് സെക്ഷനിൽ എനിക്ക് കുറച്ച് ഗ്രാസ്പ് ചെയ്തെടുക്കാൻ കുറച്ച് ഈസി ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ പഠിച്ചു. പിന്നെ ലോവറിൽ എനിക്ക് വളരെയധികം സിമ്പിളായിട്ടുള്ള കാര്യങ്ങൾ ഞാൻ ലാസ്റ്റിലേക്ക് പഠിച്ചു. ഓക്കെ, അപ്പോൾ ടോപ്പിൽ നിന്ന് ഡൗണിലേക്കാണ് എൻ്റെ സ്റ്റഡിയുടെ ആ ഒരു സ്ട്രക്ചർ ഈ ഒരു ലെവലിലാണ് പോയത്. ഓക്കെ, അതുപോലെ തന്നെയാണ് നമ്മൾ മാർക്കറ്റിനെ അനാലിസിസ് ചെയ്യുന്നത്. എങ്ങനെ? ടോപ്പിൽ നിന്ന് താഴേക്ക്. ഓക്കെ, അപ്പോൾ നേരെ നമുക്ക് കാര്യത്തിലേക്ക് വരാം. വാട്ട് ഈസ് ടോപ്പ് ഡൗൺ അനാലിസിസ്? ഓക്കെ, നമുക്ക് നേരെ മീനിങ്ങിലേക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ICT ടോപ്പ് ഡൗൺ അനാലിസിസ് in trading is a method used to understand and analyze the market movements by analyzing price action from higher time frame down to lower time frame. ഓക്കെ, അപ്പോൾ ടോപ്പ് ഡൗൺ അനാലിസിസ് എന്ന് പറയുന്നത് ഒരു ICT ട്രേഡിംഗ് മെത്തേഡാണ്. യൂസ്ഡ് ടു അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് അനാലിസിസ് ഓഫ് മാർക്കറ്റ് മൂവ്മെൻറ്റ്സിനെ അനാലിസിസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഹയർ ടൈം ഫ്രെയിമിൽ നിന്ന് ലോവർ ടൈം ഫ്രെയിമിലേക്ക് സ്വിച്ച് ചെയ്തും കൊണ്ടുള്ള ഒരു പ്രോസസ്സാണ് ടോപ്പ് ഡൗൺ അനാലിസിസ്. താഴേക്ക് നോക്കുകയാണെങ്കിൽ The ICT top-down analysis approaches emphasis aligning trades with the broader market context to increase the probability of successful trades. This method is also
helps in managing risk efficiently by ensuring that the traders are taken in the direction of prevailing trend. എന്താണ് മാർക്കറ്റിൻ്റെ ഒരു ബ്രോഡർ ആയിട്ടുള്ള മാർക്കറ്റ് കോണ്ടസ്റ്റിനെ നമ്മൾ ടോപ്പ് ഡൗൺ അനാലിസിസ് ചെയ്തുകൊണ്ട് ഇൻക്രീസിങ് ദ പ്രൊബബിലിറ്റി ഓഫ് സക്സസ്, നമ്മുടെ സക്സസിൻ്റെ ഈ പ്രൊബബിലിറ്റി നമ്മൾ ഇൻക്രീസ് ചെയ്യും. അതുപോലെ തന്നെ എന്താണ്, അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു ടോപ്പ് ഡൗൺ അനാലിസിസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ നമുക്ക് മാർക്കറ്റിൻ്റെ ഡയറക്ഷൻ മനസ്സിലാവുന്നത് കൊണ്ട് തന്നെ, അതുപോലെ തന്നെയാണ് പ്രിവൈലിംഗ് ട്രെൻഡ്, നമ്മളുടെ ഇപ്പോഴത്തെ മാർക്കറ്റിൻ്റെ ട്രെൻഡ് മനസ്സിലാവുന്നത് കൊണ്ട് തന്നെ ഈ മെത്തേഡ് യൂസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഇറ്റ്സ് ഓൾസോ ഹെൽപ്സ് ഇൻ മാനേജിങ് റിസ്ക് എഫിഷ്യൻ്റ്ലി. മാർക്കറ്റിൽ നമ്മളുടെ റിസ്ക് നമുക്ക് മാനേജ് ചെയ്യാൻ, എഫിഷ്യൻ്റായിട്ട് നമുക്ക് മാനേജ് ചെയ്യാൻ ഈ ഒരു മെത്തേഡിലൂടെ സാധിക്കും. അതുപോലെ തന്നെയാണ് എന്താണ്, ദിസ് അനാലിസിസ് ഓഫ്റ്റൺ ടു ഇൻക്ലൂഡ്സ് ദ യൂസ് ഓഫ് കീ പ്രൈസ് ആക്ഷൻസ് കോൺസെപ്റ്റ് ലൈക്ക് ഓർഡർ ബ്ലോക്സ്, ഫെയർ വാല്യൂ ഗ്യാപ്സ് ആൻഡ് ലിക്വിഡിറ്റി പൂൾസ് ടു ഐഡൻറ്റിഫൈ ദ ഹൈ പ്രോബബിലിറ്റി ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റീസ്. അതുപോലെ തന്നെ എന്താണ്, നമ്മൾ ടോപ്പ് ഡൗൺ അനാലിസിസിൻ്റെ മാർക്കറ്റിലെ ഹയർ ടൈം ഫ്രെയിംസ് നിന്ന് ലോവർ ടൈം ഫ്രെയിമിലേക്ക് അനലൈസ് ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെയാണ് ICTയുടെ കോർ കണ്ടൻസ് ആയിട്ടുള്ള ഓർഡർ ബ്ലോക്സ്, ഫെയർ വാല്യൂ ഗ്യാപ്പ്, അതുപോലെ ലിക്വിഡിറ്റി പൂൾസ്, ഇതെല്ലാം ഇതിൻ്റെ കൂടെ കമ്പൽ ചെയ്യുന്നത് കൊണ്ട് തന്നെ എന്താണ്, ഹൈ പ്രോബബിലിറ്റി ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റി നമുക്ക് ടോപ്പ് ഡൗൺ അനാലിസിസ് വഴി നമുക്ക് കണ്ടെത്താൻ വേണ്ടി കഴിയും. ഓക്കെ, അപ്പം നമ്മൾ ടോപ്പ് ഡൗൺ അനാലിസിസിൻ്റെ മീനിങ്ങും ഡെഫിനിഷനും നമ്മൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയെടുത്തു. ഓക്കെ, ഈ മനസ്സിലാക്കിയ കാര്യം നമ്മളൊന്ന് പിക്ചർ രീതിയിൽ റെപ്രസെൻ്റ് ചെയ്യുന്ന സമയത്ത് എങ്ങനെയാണ് നമ്മൾ പറഞ്ഞത്, ടോപ്പ് ഡൗൺ അനാലിസിസ് എന്ന് പറയുന്നത് എന്താണ്, മാർക്കറ്റിനെ, അല്ലെങ്കിൽ നമ്മൾ ഡെഫിനിഷൻ നമ്മളൊരു എക്സാമ്പിൾ പറഞ്ഞതുപോലെ തന്നെ ഒരു ഹയർ ടൈം ഫ്രെയിമിലുള്ള ആ ഒരു പിക്ചറിൽ നിന്ന് ലോവർ ടൈം ഫ്രെയിമിലേക്കായിരിക്കണം നമ്മളുടെ അനാലിസിസ് വരുന്നത്, മുകളിൽ നിന്ന് താഴേക്ക്. അപ്പോൾ ആദ്യം നമുക്കെന്താണ്, ഒരു മാക്രോ വ്യൂ ആണ്. ഓക്കെ, നമ്മൾ എക്കണോമിക് ലെവലിൽ നോക്കുകയാണെങ്കിൽ എന്താണ്, മാക്രോമിക്കിൽ നമ്മൾ മാർക്കറ്റിനെ മൈക്രോ ലെവലിലും മാക്രോ ലെവലിൽ നിന്നും മൈക്രോ ലെവൽ എന്ന് പറയും. മാക്രോ ലെവൽ എന്ന് പറഞ്ഞാൽ എന്താണ്, മാക്രോ ലെവൽ, മൈക്രോ എന്നൊക്കെ നമ്മൾ എക്കണോമിക്സിൽ പഠിച്ചിട്ടുണ്ട്. മാക്രോ എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു ബിഗ് പിക്ചറിലായിരിക്കും മാക്രോയിൽ. ആ മാക്രോ ലെവൽ വ്യൂവിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യും, മൈക്രോ വ്യൂയിലേക്ക് വരും. എന്താണ്, ഒരു ലോവർ പിക്ചറിലേക്ക് വരും. ഓക്കെ, എന്ന് വെച്ചാൽ മാർക്കറ്റിനെ, അല്ലെങ്കിൽ നമ്മൾ മാർക്കറ്റിനെ അനാലിസിസ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ നമ്മളൊരു ഇൻഡെക്സിനെ അനാലിസിസ് ചെയ്യുന്ന സമയത്ത് ആദ്യം നമുക്കൊരു മാക്രോ വ്യൂ ആയിരിക്കണം ഉണ്ടാവേണ്ടത്, ഒരു ഹയർ ടൈം ഫ്രെയിം. ഓക്കെ, ഹയർ ടൈം ഫ്രെയിം ആയിരിക്കും എപ്പോഴും മാക്രോ വ്യൂ. അതുപോലെ മൈക്രോ വ്യൂ എന്ന് പറയുമ്പോൾ എപ്പോഴും എന്തായിരിക്കും, ഒരു ലോവർ ടൈം ഫ്രെയിം. ഓക്കെ, അല്ലെങ്കിൽ ഒരു മിഡിൽ ടൈം ഫ്രെയിം ആയിരിക്കും. ഓക്കെ, അപ്പോൾ എന്താണ്, നമ്മൾ തിരിച്ച് ബോട്ടം ടു ടോപ്പ് അല്ല നമ്മൾ അനാലിസിസ് ചെയ്യുന്നത്, നമ്മൾ എന്താണ്, ഈ ഒരു ത്രികോണം തിരിച്ചിട്ടിട്ട്, അതാണ് ഇവിടെ റെപ്രസെൻറ്റ് ചെയ്തത്, തിരിച്ചിട്ടിട്ട് നമ്മൾ എന്ത് ചെയ്യും, ടോപ്പിൽ നിന്ന് ഡൗണിലേക്ക് അനാലിസിസ് ചെയ്യുന്നു. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ മാക്രോ വ്യൂ നിന്ന് മൈക്രോ വ്യൂയിലേക്കുള്ള നമ്മളുടെ ആ ഒരു പിക്ചർ റെപ്രസെൻറ്റേഷൻ നമ്മൾ കുറച്ചും കൂടി സിമ്പിളാക്കുകയാണ്. എന്താണ്, മാക്രോ വ്യൂ എന്ന് പറയുമ്പോൾ എന്താണ്, മാർക്കറ്റിൻ്റെ വീക്ക്ലി ആൻഡ് ഡെയിലി, നിങ്ങളിവിടെ നോക്കുകയാണെങ്കിൽ വീക്ക്ലി ആൻഡ് ഡെയിലി ടൈം ഫ്രെയിം ആയിരിക്കും മാർക്കറ്റിൻ്റെ മാക്രോ വ്യൂ. മാർക്കറ്റിൻ്റെ ബിഗ് പിക്ചർ എന്ന് പറയുന്നത് എന്താണ്, വീക്ക്ലി, ഡെയിലി. ഓക്കെ, ഇതിന് മുകളിൽ നമുക്ക് മന്ത്ലി ഉണ്ട്, അതുപോലെ 6 മന്ത് ഉണ്ട്. ഓക്കെ, നമ്മളിവിടെ എന്താണ്, വീക്ക്ലി ഡെയിലി എന്താണ്, നമ്മളൊരു ഇൻട്രാഡേ പെർസ്പെക്റ്റീവിൽ നോക്കുന്ന സമയത്ത് നമുക്ക് വീക്ക്ലി ആൻഡ് ഡെയിലി ആയിരിക്കും നമ്മളുടെ മാക്രോ വ്യൂ. ഓക്കെ, അതുപോലെ തന്നെ നമ്മൾക്ക് അടുത്തത് എന്താണ്, താഴേക്ക് വരുന്ന സമയത്ത് നമ്മൾ 4 അവർ 1 അവർ ആണ് എന്ത്, നമ്മളുടെ ഹയർ ടൈം ഫ്രെയിം. ഓക്കെ, ഹയർ ടൈം ഫ്രെയിം. ഓക്കെ, ഇപ്പോൾ പലരും വിചാരിക്കും ഇത് ഹയർ ടൈം ഫ്രെയിം അല്ലേന്ന്. ഇതും ഹയർ ടൈം ഫ്രെയിമാണ്, ഇത് വെരി ഹയർ ടൈം ഫ്രെയിം ആണ്. ഓക്കെ, നമ്മളുടെ മാക്രോ വ്യൂ തുടങ്ങുന്നത് ഡെയിലി ആൻഡ് വീക്കിലിയിലാണ്. ഓക്കെ, നമ്മുടെ ടൈം ഫ്രെയിംസിൽ പഠിച്ച പോലെ നമ്മുടെ 4 അവറും 1 അവറും ആണ് എന്ത് ഹയർ ടൈം ഫ്രെയിം. ഓക്കെ, അപ്പോൾ നമ്മൾ എന്താണ്, ഈ മാക്രോ വ്യൂ ആയിട്ടുള്ള ഡെയിലി ആൻഡ് വീക്ക്ലി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ മാർക്കറ്റിനെ സ്റ്റിച്ച് ചെയ്യേണ്ട ഇതിലേക്കാണ് 4 അവർ ആൻഡ് 1 അവർ. അത് കഴിഞ്ഞാൽ പിന്നെ എന്താണ്, നമ്മളുടെ മീഡിയം ടൈം ഫ്രെയിമിലേക്കാണ് നമ്മൾ കൊണ്ടുപോകുന്നത്. ഓക്കെ, മീഡിയം ടൈം ഫ്രെയിം എന്താണ്, 5 മിനിറ്റ്. ഓക്കെ, 5 മിനിറ്റ് ഈ ഒരു ലെവലിലേക്കാണ്. ഓക്കെ, പിന്നെ എന്താണ്, നമുക്ക് ലോവർ ടൈം ഫ്രെയിം എന്ന് പറയുന്നത് എന്താണ്, നമ്മൾ ലോവർ ടൈം ഫ്രെയിമിലേക്ക് കൊണ്ടുപോകും. ഓക്കെ, പക്ഷെ എന്താണ്, നമ്മൾ ഈ മീഡിയം ടൈം ഫ്രെയിം വെച്ച് നിർത്തും. കാരണം ലോവർ ടൈം ഫ്രെയിം എന്ന് പറയുന്നത് എന്താണ്, ഞാൻ പറഞ്ഞ പോലെ ഹയർ ടൈം ഫ്രെയിം ആൻഡ് മീഡിയം ടൈം ഫ്രെയിം എന്താണ്, അവിടെയാണ് നമ്മൾ കൂടുതലും അനാലിസിസ് ഫോക്കസ് ചെയ്യേണ്ടത്. ലോവർ ടൈം ഫ്രെയിമിൽ നമ്മൾ അനാലിസിസ് ചെയ്യുന്നത് ആക്യുറസി കുറയാൻ
ചാൻസ് ഉണ്ട്. കാരണം ബിഗ് ഗെയിംസ് എപ്പോഴും നടക്കുന്നത് ഹയർ ടൈം ഫ്രെയിമിലായിരിക്കും. ലോവർ ടൈം ഫ്രെയിം എപ്പോഴും എൻട്രി ആൻഡ് കൺഫർമേഷൻ ക്രൈറ്റീരിയയ്ക്ക് വേണ്ടിയാണ് കൂടുതൽ നമ്മൾ യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഒന്നുകൂടി പറയുകയാണെങ്കിൽ എന്താണ്, നമ്മൾ ആദ്യം വീക്ക്ലി ആൻഡ് ഡെയിലി ടൈം ഫ്രെയിംസ് യൂസ് ചെയ്യുന്നു ഒരു ഒരു ഏകദേശം വ്യൂ കിട്ടാൻ വേണ്ടിയിട്ട്. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യും, 4 അവർ 1 അവറിലേക്ക് മാർക്കറ്റിനെ സ്റ്റിച്ച് ചെയ്യുന്നു. അതിനുശേഷം ലാസ്റ്റായിട്ട് നമ്മൾ 50 മിനിറ്റിലേക്ക് സ്റ്റിച്ച് ചെയ്യുന്നു. ഓക്കെ, അതാണ് ടോപ്പിൽ നിന്ന് നമ്മൾ ഡൗണിലേക്കാണ് നമ്മളുടെ അനാലിസിസ് പോകുന്നത്. വേണമെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ 5 മിനിറ്റിലേക്കും മാർക്കറ്റിനെ അനാലിസിസ് താഴേക്ക് ചെയ്യാം. ഓക്കെ, ഇത് എൻ്റെ ഒരു രീതി എന്ന് പറയുന്നത് ഇതാണ്. ഓക്കെ, എൻ്റെ രീതിയാണ് ഞാൻ ഇവിടെ പഠിപ്പിച്ച് തരുന്നത്. ഓക്കെ, ഞാൻ ആദ്യം വീക്കിലി ആൻഡ് ഡെയിലിയിൽ മാക്രോ വ്യൂ കിട്ടും. അതിനുശേഷം നേരെ 4 അവർ ആൻഡ് 1 അവറിലേക്ക് മാർക്കറ്റിനെ സ്റ്റിച്ച് ചെയ്യും. അതിനുശേഷം 15 മിനിറ്റ് ചൂസ് ചെയ്യും. അതിൻ്റെ താഴേക്ക് എന്തുകൊണ്ട് ഞാൻ യൂസ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാൽ, അതിന് താഴെ വെരി ലോവർ ടൈം ഫ്രെയിംസ് ആണ്. ഓക്കെ, 5 മിനിറ്റ്, 3 മിനിറ്റ്, 1 മിനിറ്റ് ഒക്കെ അതൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത് എൻട്രി ആൻഡ് കൺഫർമേഷൻ ക്രൈറ്റീരിയയൊക്കെയാണ്. ഇപ്പോൾ നമ്മൾ മാക്രോ വ്യൂവിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, ഫസ്റ്റ് നമ്മളങ്ങനെ മാക്രോ വ്യൂവിൽ നമ്മൾ വീക്ക്ലി ടൈം ഫ്രെയിമാണ് ആദ്യം നമ്മൾ യൂസ് ചെയ്യുന്നത്. വീക്ക്ലി ടൈം ഫ്രെയിമിൽ നമ്മൾ നെറേറ്റീവ് ആണ് കണ്ടെത്തുന്നത്. നെറേറ്റീവ് എന്ന് പറഞ്ഞാൽ എന്താണ്, വീക്ക്ലി ടൈം ഫ്രെയിമിൽ എന്താണ് നടക്കുന്നത് അത് നമ്മൾ നെറേറ്റ് ചെയ്യാം. വീക്ക്ലി ടൈം ഫ്രെയിമിൽ എന്ത് സ്റ്റോറിയാണ് മാർക്കറ്റ് പറയുന്നത്, അല്ലെങ്കിൽ പ്രൈസ്, ക്യാൻഡിൽ സ്റ്റിക്ക് എന്ത് സ്റ്റോറിയാണ് പറയുന്നത്, അത് നമ്മൾ നെറേറ്റ് ചെയ്തെടുക്കുക എന്നാണ് നമ്മൾ വീക്ക്ലി ടൈം ഫ്രെയിമിൽ ചെയ്യേണ്ടത്. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ എന്താണ്, DRT ഡീലിംഗ് റേഞ്ച് തിയറി കൂടി നമ്മൾ യൂസ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് എന്താണ് പറഞ്ഞത്, വീക്ക്ലി ടൈം ഫ്രെയിമിൽ നമ്മൾ നെറേറ്റ് ചെയ്യാണ് ഓവറോൾ പെർഫോമൻസ്, മാർക്കറ്റിൻ്റെ ഓവറോൾ പെർഫോമൻസ് നമ്മൾ വീക്ക്ലി നെറേറ്റീവ് ബേസിൽ നമ്മൾ ചെയ്യാണ്. എന്തിൻ്റെ യൂസ് ചെയ്തിട്ട്, DRT ലെവൽസ് യൂസ് ചെയ്തിട്ട് ഡീലിംഗ് റേഞ്ച് തിയറി. കാണാത്തവർ ഡീലിംഗ് റേഞ്ച് തിയറിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ചെയ്ത് പോയി കാണുക. ഓക്കെ, അപ്പോൾ പറഞ്ഞ പോലെ വീക്ക്ലി ടൈം ഫ്രെയിമാണ് നമ്മൾ ആദ്യം യൂസ് ചെയ്യുന്നത്. അതിൻ്റെ കൂടെ DRT ലെവലിലും യൂസ് ചെയ്യുന്നു. അതുപോലെ കഴിഞ്ഞിട്ട് ഡെയിലി ടൈം ഫ്രെയിംസ് യൂസ് ചെയ്തിട്ട് നമ്മൾ എന്താണ്, ഡയറക്ഷണൽ ബയാസ് നമ്മൾ കണ്ടുപിടിക്കും. ഡയറക്ഷണൽ ബയാസ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല. ഓക്കെ, നമുക്ക് ഇന്നത്തെ ദിവസം ക്ലോസ് ചെയ്യുമ്പോൾ എന്ത് ക്യാൻഡിലാണ് കിട്ടിയിട്ടുള്ളത്, ആ ക്യാൻഡിലിനെ നമ്മൾ അനാലിസിസ് ചെയ്തും കൊണ്ട് മാർക്കറ്റ് നാളെ എന്ത് രീതിയിലായിരിക്കും മാർക്കറ്റ് പെർഫോം ചെയ്യുന്നതെന്ന് നമ്മൾ മുൻകൂട്ടി ആൻറ്റിസിപ്പേറ്റ് ചെയ്യലാണ് എന്ത്, ഡയറക്ഷണൽ ബയാസിൽ ഡെയിലി ടൈം ഫ്രെയിംസിൽ നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ്, ഫസ്റ്റത്തെ ആ മാക്രോ വ്യൂവിൽ നമ്മൾ വീക്ക്ലി ടൈം ഫ്രെയിംസിലും അനാലിസിസ് ചെയ്യും, ഡെയിലി ടൈം ഫ്രെയിമിലും അനാലിസിസ് ചെയ്യും. ഓക്കെ, കംസ് ടു സെക്കൻഡിലേക്ക് വരികയാണെങ്കിൽ എന്താണ്, സെക്കൻഡിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഹയർ ടൈം ഫ്രെയിം ആയിട്ടുള്ള 1 അവറിലും 4 അവറിലും നമ്മൾ കാര്യങ്ങൾ അനാലിസിസ് ചെയ്യും. അതിലെന്തൊക്കെയാണ്, മാർക്കറ്റ് സ്ട്രക്ചർ അനാലിസിസ് ചെയ്യും. അതുപോലെ തന്നെ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 3 കാര്യങ്ങൾ, ഓക്കെ, ഓർഡർ ബ്ലോക്സ്, ഫെയർ വാല്യൂ ഗ്യാപ്പ്, ഇതിൻ്റെ കൂടെ ബ്രേക്കർ ബ്ലോക്ക്, നമ്മളുടെ 3 PDRAs നമ്മൾ അനാലിസിസ് ചെയ്യും. നമ്മൾ ഈ 4 അവറിലും 1 അവറിലും നമുക്ക് ഈ ഒരു PDRAs ഉണ്ടോ എന്ന് നോക്കും. അതുപോലെ മാർക്കറ്റിൻ്റെ ഓർഡർ ഫ്ലോ നമ്മൾ മനസ്സിലാക്കും. അതുപോലെ ലിക്വിഡിറ്റി പൂൾസ് ഐഡൻറ്റിഫൈ ചെയ്യും. ഇതൊക്കെ നമ്മൾ ഏത് ലെവലിലാണ് ചെയ്യുക, ഹയർ ടൈം ഫ്രെയിം വ്യൂവിലാണ് ചെയ്യുക. ഹയർ ടൈം ഫ്രെയിം വ്യൂ എന്ന് പറയുന്നത് 4 അവറും 1 അവറും. ഓക്കെ, അത് കഴിഞ്ഞതിന് ശേഷം എന്താണ്, ലോവർ ടൈം ഫ്രെയിമിലേക്ക് നമ്മൾ വരും. അതിനുശേഷം നമ്മൾ മൂന്നാമത്തെ സ്റ്റെപ്പിൽ മീഡിയം ടൈം ഫ്രെയിം വ്യൂവിലേക്ക് വരും. മീഡിയം ടൈം ഫ്രെയിം വ്യൂവിലേക്ക് എന്ന് പറയുന്നത് 15 മിനിറ്റ്സ്. അതിൽ നമ്മൾ ഫെയിലി ഫോക്കസ് ചെയ്യുന്നത് എന്താണ്, ഇമ്പോർട്ടൻറ്റ് കീ ലെവൽസ് ആണ്. ഓക്കെ, അത് കഴിഞ്ഞതിന് ശേഷം എന്താണ്, നമ്മൾ 4ത്തിലേക്ക് ഒരു ലോവർ ടൈം ഫ്രെയിം. ഇവിടെ ഞാൻ തെറ്റിട്ടതിൻ്റെ കാര്യം എന്താണ്, നമ്മൾ മാക്രോ വ്യൂ, ഹയർ ടൈം ഫ്രെയിം, മിഡിൽ ടൈം ഫ്രെയിം ഈ ഒരു ലെവലിലാണ് വരിക. ഈ ലോവർ ടൈം ഫ്രെയിം എടുക്കുന്ന ആളുകളുണ്ട്. ഓക്കെ, ടോപ്പ് ഡൗൺ അനാലിസിസിൽ ഇങ്ങനെ താഴേക്ക് വീക്കിലി, ഡെയിലി, 4 അവർ, 1 അവർ, 50 മിനിറ്റ്, പിന്നെ 5 മിനിറ്റ്, 3 മിനിറ്റ്, 1 മിനിറ്റ്, 30 സെക്കൻഡ്സ് ഒക്കെ പറഞ്ഞു വരുന്ന ആൾക്കാർ. ഞാൻ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഈ ഒരു ലെവലിൽ വെച്ച് നമ്മൾ നിർത്തും. കാരണം എന്താണ്, ലോവർ ടൈം ഫ്രെയിം എന്ന് പറയുന്നത് 3 മിനിറ്റ്, 5 മിനിറ്റ്, 1 മിനിറ്റ്, 5 മിനിറ്റ്, 3 മിനിറ്റ്, 1 മിനിറ്റ് ആണ്. ഓക്കെ, ഇതിലെന്താണ്, നോ അനാലിസിസ്, ഓൺലി എൻട്രി ആൻഡ് കൺഫർമേഷൻ. ഓക്കെ, ഓൺലി എൻട്രിക്കും കൺഫർമേഷനും വേണ്ടിയിട്ടാണ് നമ്മൾ ലോവർ ടൈം ഫ്രെയിം യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ടോട്ടലി നമ്മൾ പറയുകയാണെങ്കിൽ എന്താണ്, ടോപ്പ് ഡൗൺ അനാലിസിസിൽ എന്താണ്, നമ്മൾ ആദ്യം മാക്രോ വ്യൂവിൽ ഡെയിലി ടൈം ഫ്രെയിമും വീക്ക്ലി ടൈം ഫ്രെയിമിലും വെച്ച് മാർക്കറ്റിനെ അനാലിസിസ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യും, നമ്മൾ ഹയർ ടൈം ഫ്രെയിം വ്യൂ ആയിട്ടുള്ള 4 അവറിലെയും 1 അവറിലും നമ്മൾ മാർക്കറ്റിനെ അനാലിസിസ് ചെയ്യും. അത് കഴിഞ്ഞതിന് ശേഷം വീണ്ടും എന്ത് ചെയ്യും, നമ്മൾ മിഡിൽ ടൈം ഫ്രെയിമിലേക്ക് തിരിച്ചു വന്നിട്ട് 50 മിനിറ്റിൽ അനാലിസിസ് ചെയ്യും. ഓക്കെ, അപ്പോൾ എന്താണ്, വീക്ക്ലി ടൈം ഫ്രെയിമിൽ നമ്മൾ ഫസ്റ്റ് അനാലിസിസ് ചെയ്യും. ആ വീക്ക്ലി അനാലിസിസിൽ അനാലിസിസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ മാർക്കറ്റിൻ്റെ ടൈം ഫ്രെയിം ഡേയിലേക്ക് ഷിഫ്റ്റ് ചെയ്യും. ഓക്കെ, ഡേയിലേക്ക് ഷിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ 4 അവറിലേക്കും 1 അവറിലേക്കും ഷിഫ്റ്റ് ചെയ്യും.
അതിനുശേഷം 15 മിനിറ്റിലേക്കും ഷിഫ്റ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ ടോപ്പ് ഡൗൺ ഹയർ ടൈം ഫ്രെയിമിൽ നിന്ന് നമ്മൾ ലോവർ ടൈം ഫ്രെയിമിലേക്കാണ് എങ്ങനെ നമ്മുടെ ഫ്ലോ പോകുന്നത്. ഓക്കെ, നമ്മുടെ സ്ട്രക്ചർ ഈ ഒരു ലെവലിലാണ് നമ്മൾ പോകുന്നത്. അതുകൊണ്ടാണ് ടോപ്പ് ഡൗൺ അനാലിസിസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഡെയിലി ഡയറക്ഷണൽ ബയാസിനെ കുറിച്ച് നമ്മൾ വീഡിയോ ഒന്നും ചെയ്തിട്ടില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അതിനെക്കുറിച്ചൊന്ന് ജസ്റ്റ് ഡീറ്റെയിൽ ആയിട്ട് പറയാം. ബാക്കിയുള്ളതൊക്കെ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ നേരെ നമുക്ക് അടുത്ത സ്ലൈഡിലേക്ക് പോവാം. അപ്പോൾ ഇനി എന്താണ്, നമ്മൾ ഡെയിലി ബയാസിനെയാണ് പറയാൻ വേണ്ടി പോകുന്നത്. ഡെയിലി ബയാസിനെ നമ്മൾ ഡയറക്ഷണൽ ബയാസ് എന്നും പറയും. ഡയറക്ഷൻ കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ള നമ്മളുടെ ട്രേഡറിൻ്റെ ഒരു ബയാസാണ് ഡയറക്ഷണൽ ബയാസ്. ഓക്കെ, ഈ ഡയറക്ഷണൽ ബയാസ് നമ്മൾ 1 ഡേ ടൈം ഫ്രെയിം യൂസ് ചെയ്താണ് കണ്ടുപിടിക്കുന്നത്. നമ്മൾ ഇതിനായിട്ട് യൂസ് ചെയ്യുന്ന ടൈം ഫ്രെയിം എന്ന് പറയുന്നത് ഡെയിലി ടൈം ഫ്രെയിമാണ്. ഓക്കെ, ഇനി എന്താണ് ഡെയിലി ബയാസിൻ്റെ മീനിങ് നോക്കുകയാണെങ്കിൽ എന്താണ്, ICT daily bias refers to the anticipated direction of daily price movements. നമ്മൾ ഡെയിലി പ്രൈസ് മൂവ്മെൻറ്റിൻ്റെ ഡയറക്ഷൻ നമ്മൾ ആൻറ്റിസിപ്പേറ്റ് ചെയ്യുകയാണ്. ഓക്കെ, ഡെയിലി ടൈം ഫ്രെയിം യൂസ് ചെയ്തിട്ട്. അതിന് നിങ്ങൾ നോക്കുകയാണെങ്കിൽ ബുള്ളിഷ് ക്യാൻഡിലും കൊടുത്തിട്ടുണ്ട്, ബെയറിഷ് ക്യാൻഡിലും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ബുള്ളിഷ് ക്യാൻഡിൽ എന്താണ്, ഫസ്റ്റ് ഒരു ഓപ്പൺ വന്നു, പിന്നെ ഒരു ലോ വന്നു, പിന്നെ മാർക്കറ്റിലൊരു ഹൈ വന്നു, പിന്നെ ഒരു ക്ലോസ് വന്നു. ഓക്കെ, ഇതാണ് ഒരു ബുള്ളിഷ് ക്യാൻഡിലിൻ്റെ ഫോർമേഷൻ. നമ്മൾ തിരിച്ച് നോക്കുകയാണെങ്കിൽ ഈ ഒരു ഫീച്ചറിലേക്ക് നോക്കുകയാണെങ്കിൽ എന്താ, ആദ്യം മാർക്കറ്റ് ഓപ്പൺ ചെയ്തു, അതിനുശേഷം എന്താ, ഈ പ്രൈസ് താഴേക്കാണ് പോവുക. ഓക്കെ, ലോ ക്രിയേറ്റ് ചെയ്യുമല്ലോ. ലോ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം മാർക്കറ്റ് നേരെ മുകളിൽ പോയി ഒരു ഹൈ ക്രിയേറ്റ് ചെയ്തു. അതിനുശേഷം മാർക്കറ്റ് ക്ലോസ് ആയി. ഓക്കെ, ക്ലോസ് ആയി എങ്ങനെയാണ്, ഓപ്പൺ ചെയ്ത് ലോ വന്ന് ഹൈ വന്ന് ക്ലോസ് ആയി. ഓക്കെ, ഇതാണ് ഒരു ബുള്ളിഷ് ക്യാൻഡിലിൻ്റെ ഫോർമേഷൻ. നിങ്ങൾ ബെയറിഷ് ക്യാൻഡിലിൻ്റെ ഫോർമേഷൻ നോക്കുകയാണെങ്കിൽ എന്താണ്, ഓപ്പൺ ചെയ്തു, പിന്നീട് ഒരു ഹൈ ക്രിയേറ്റ് ചെയ്തു, അതിനുശേഷം ഒരു ലോ ക്രിയേറ്റ് ചെയ്തു, പിന്നെ ക്ലോസ് ചെയ്തു. നിങ്ങൾ നേരെ ഈ ഒരു പിക്ചറിലേക്ക് വരികയാണെങ്കിൽ ഓപ്പൺ ചെയ്തു, അതിനുശേഷം ഹൈ ക്രിയേറ്റ് ചെയ്തു, അതിനുശേഷം ലോ ക്രിയേറ്റ് ചെയ്തു, അതിനുശേഷം ക്ലോസ് ആയി. ഓക്കെ, ഓപ്പൺ ഹൈ ലോ ക്ലോസ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഒരു ബുള്ളിഷ് ക്യാൻഡിൽ, ബെയറിഷ് ക്യാൻഡിൽ. ഓക്കെ, അപ്പോൾ ഇതിൽ എന്താണ് ഇത് പറയാൻ കാരണം എന്ന് വെച്ചാൽ, നമ്മൾ ഡെയിലി ബയാസ് അഥവാ ഡയറക്ഷണൽ ബയാസ് എന്ന് പറയുമ്പോൾ നമ്മൾ പ്രീവിയസ് ഡേയിലെ ഒരു ക്യാൻഡിലിൻ്റെ ഫോർമേഷൻ നോക്കിയിട്ട്, ഇപ്പം ഇന്ന് ഇങ്ങനെയാണ് ഒരു ക്യാൻഡിൽ ഫോർമേഷൻ ചെയ്തത്. ഓക്കെ, ഇതൊരു റെഡ് ക്യാൻഡിലാണെന്ന് വിചാരിക്കുക. ഇതിൻ്റെ ഓപ്പൺ എന്ന് പറയുന്നത് ഇവിടെയാണ് ഓപ്പൺ ചെയ്തത്, ഇതിൻ്റെ ഹൈ എന്ന് പറയുന്നത് ഇവിടെയാണ്, ഇതിൻ്റെ ലോ എന്ന് പറയുന്നത് ഈ ഒരു ഏരിയയിലാണ്, ക്ലോസ് എന്ന് പറയുന്നത് ഈ ഒരു ഏരിയയിലാണ് ക്ലോസ്. അപ്പോൾ ഒരു ഡെയിലി ക്യാൻഡിൽ യൂസ് ചെയ്തുകൊണ്ട് അടുത്ത ദിവസം എന്താണ് എന്ന് മാർക്കറ്റിൻ്റെ ഡയറക്ഷൻ ആൻറ്റിസിപ്പേറ്റ് ചെയ്യലാണ് ഡെയിലി ബയാസിൽ നമ്മൾ ചെയ്യുന്നത്. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഇത്രയും നേരം പറഞ്ഞ കാര്യങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്ക് എന്താണ് ചാർട്ടിൽ നോക്കുമ്പോൾ നമുക്ക് കൂടുതലായിട്ട് മനസ്സിലാവും. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ ചാർട്ടിലേക്ക് പോവാം. ഞാനിപ്പോൾ എടുത്തു വെച്ചിരിക്കുന്ന ചാർട്ട് എന്ന് പറയുന്നത് നിഫ്റ്റിയുടെ ഫ്യൂച്ചർ ചാർട്ടാണ്. ഓക്കെ, നിഫ്റ്റി ഇൻഡെക്സിൻ്റെ ഫ്യൂച്ചർ ചാർട്ടിലെ 1 ഡേ ടൈം ഫ്രെയിമാണ് എൻ്റെ 1 ഡേ ടൈം ഫ്രെയിമിലെ ചാർട്ടാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. ഓക്കെ, ഇപ്പോൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ എന്താണ്, 1 ഡേ ടൈം ഫ്രെയിമിൽ മാർക്കറ്റ് ഒരു ബുള്ളിഷ് മൂവ്മെൻ്റ് ആണ് തന്നിരിക്കുന്നത്. ഈ ഒരു പിക്ചർ എന്ന് പറയുന്നത് എന്താണ്, എലക്ഷൻ ഡേറ്റിൻ്റെ മുന്നേ ഉള്ള ദിവസത്തിൻ്റെ മുന്നേ ദിവസം. ഓക്കെ, നമുക്ക് കറക്റ്റ് നോക്കുകയാണെങ്കിൽ ഈ ഒരു ക്യാൻഡിൽ ഫോം ആയിട്ടുള്ളത് മെയ് 31-ലാണ്. ഓക്കെ, നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താണ്, മാർക്കറ്റ് ഓൾറെഡി ഒരു ബുള്ളിഷ് ട്രെൻഡിലാണ് എന്ന് പറഞ്ഞൂടെ. മാർക്കറ്റിൻ്റെ സ്ട്രക്ചർ എങ്ങനെയാണ് പോകുന്നത്, മാർക്കറ്റിൻ്റെ സ്ട്രക്ചർ ഒരു ബുള്ളിഷ് മാർക്കറ്റ് സ്ട്രക്ചറിലാണ് പോകുന്നത്. ഓക്കെ അല്ലേ, അതിനുശേഷം നമ്മൾ ഫസ്റ്റത്തെ ഒരു ക്യാൻഡിൽ ഫോം ആകുന്നു. ഓക്കെ, നിങ്ങൾ നോക്കുകയാണെങ്കിൽ എന്താണ്, ഓക്കെ, ഈ ഒരു ക്യാൻഡിൽ ഫോമായി. ഈ ഒരു ക്യാൻഡിൽ എന്താണ്, നമ്മളുടെ എലക്ഷൻ്റെ, നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുകയാണെങ്കിൽ നമ്മുടെ എലക്ഷൻ്റെ റിസൾട്ട് വരുന്നതിൻ്റെ തൊട്ട് മുന്നത്തെ ദിവസമാണ് ഈ ഒരു ക്യാൻഡിൽ ഫോം ചെയ്തിട്ടുള്ളത്. ഓക്കെ, നിങ്ങൾ ആലോചിക്കുക, എലക്ഷൻ്റെ തൊട്ട് മുന്നേ എന്ന് വെച്ചാൽ ജൂൺ 4-നായിരുന്നു നമ്മളുടെ എലക്ഷൻ റിസൾട്ട്. ജൂൺ 3-ന് ക്രിയേറ്റ് ചെയ്ത ക്യാൻഡിലാണ് ഇത്. ഈ ക്യാൻഡിലിനെ നമ്മൾ ജസ്റ്റ് ഒന്ന് അനാലിസിസ് ചെയ്യുകയാണ് ഡെയിലി ബയാസ് കണ്ടെത്താൻ. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യുന്നു, ഞാൻ ജസ്റ്റ് ഒന്ന് ഈ ക്യാൻഡിലിനെ ഒന്ന് സൂം ചെയ്യുകയാണെങ്കിൽ എന്താണ്, ഇത് ഞാൻ എൻ്റെ കളറ് ജസ്റ്റ് മാറ്റിയിട്ടുണ്ട്. ഇത് ബെയറിഷ് ക്യാൻഡിലാണ്. ഓക്കെ, എൻ്റെ ബുള്ളിഷ് ക്യാൻഡിലിൻ്റെ കളറ് ഗ്രീനും ബെയറിഷ് ക്യാൻഡിലിൻ്റെ കളറ് റെഡുമാണ്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്താണ്, ഈ ഒരു ക്യാൻഡിൽ ഫോം ആയിട്ടുള്ളത് എങ്ങനെയാണ്, മാർക്കറ്റ് ഒരു ഗ്യാപ്പ് അപ്പായിട്ടാണ് ക്യാൻഡിൽ ഫോം ആയിട്ടുള്ളത്, അല്ലെങ്കിൽ നമ്മൾ ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പൺ ചെയ്തിട്ടാണ് ഈ ക്യാൻഡിൽ ഫോം ആയിട്ടുള്ളത്. ഓക്കെ, ഒരു ഗ്യാപ്പ് അപ്പാണ് ഓപ്പൺ ചെയ്തത്. ഓക്കെ, നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ക്യാൻഡിലിൻ്റെ
ഓപ്പൺ എവിടെയാണ്? ഈ ക്യാൻഡലിൻ്റെ ഓപ്പൺ എന്ന് പറയുന്നത് ഇതാണ് ക്യാൻഡലിൻ്റെ ഓപ്പൺ. ഓക്കെ, അടുത്തത് എന്താണ്? മാർക്കറ്റിൻ്റെ ഹൈ. ഹൈ ഏതാണ്? ഇതാണ് ഹൈ, മാർക്കറ്റിൻ്റെ ഹൈ. ഓക്കെ, അതിനുശേഷം മാർക്കറ്റ് എന്ത് ക്രിയേറ്റ് ചെയ്തു? മാർക്കറ്റ് ഒരു ലോ ക്രിയേറ്റ് ചെയ്തു. എന്താണ്? ഒരു ലോ ക്രിയേറ്റ് ചെയ്തു. അതിനുശേഷം എന്താണ്? മാർക്കറ്റ് ഒരു മാർക്കറ്റ് ക്ലോസ് ആയി. ഓക്കെ, ഒരു ബെയറിഷ് ക്യാൻഡിൽ എന്താണ് ചെയ്തത്? ആദ്യം മാർക്കറ്റ് ഓപ്പൺ ചെയ്തു, അതിനുശേഷം ഹൈ ക്രിയേറ്റ് ചെയ്തു, അതിനുശേഷം ലോ ക്രിയേറ്റ് ചെയ്തു, ക്ലോസ് ആയി. അപ്പോൾ ഇതാണ് ഒരു ബെയറിഷ് ക്യാൻഡിലിൻ്റെ ഫോർമേഷൻ. അപ്പോൾ അടുത്ത ദിവസം എങ്ങനെ നമ്മൾ ആൻറ്റിസിപ്പേറ്റ് ചെയ്യുകയെന്ന് വെച്ചാൽ എങ്ങനെയാണ്? നമുക്കെല്ലാവർക്കും അറിയാം അടുത്ത ദിവസം എന്താണ് സംഭവിച്ചതെന്ന്. ഓക്കെ, അപ്പം എലക്ഷൻ്റെ മുന്നത്തെ ദിവസം എന്ന് വെച്ചാൽ ജൂൺ 3 നമുക്കൊരു എന്താണ് ഗ്യാപ്പ് അപ്പ് ഓപ്പൺ ആണ് കിട്ടിയത്. ഗ്യാപ്പ് അപ്പ് ഓപ്പൺ കിട്ടി, അതിനുശേഷം നമുക്ക് ഈ ഒരു ഫോർമേഷനിലാണ് വന്നത്. അപ്പോൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ എന്താണ്? മാർക്കറ്റ് ഓപ്പൺ ചെയ്തു. ഓക്കെ, മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് പ്രൈസിനെ മാർക്കറ്റ് മുകളിലേക്ക് പോയി. ഓക്കെ, ഇതാരാണ്? ബയ്യേഴ്സാണ് മാർക്കറ്റിനെ കൊണ്ടുപോയത്. ഓക്കെ, നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഈ ഓപ്പണിൽ നിന്ന് ഹൈയിലേക്ക് മാർക്കറ്റിനെ കൊണ്ടുപോയി, അവിടുന്ന് നേരെ സെല്ലേഴ്സ് മാർക്കറ്റിനെ താഴേക്ക് കൊണ്ടുപോയി ഇവിടെ ഒരു ലോ ക്രിയേറ്റ് ചെയ്തു. അതല്ലേ ഈ ലോ? അതിനുശേഷം ബയ്യേഴ്സ് പോയിട്ട് ഈ ഒരു ലെവലിലേക്ക് ബയ്യേഴ്സിന് കൊണ്ടുപോകാൻ കഴിഞ്ഞുള്ളൂ. അതിനുശേഷം എന്താ? ഇവിടെ ക്ലോസ് ആയി. ഓക്കെ, ഇപ്പോൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ എന്താണ്? ഓപ്പൺ എന്ന് പറയുന്നത് ഇവിടെയാണ് ഓപ്പൺ. ഇവിടെ നിന്ന് മുകളിലേക്ക് ഹൈയിലേക്ക് ആരാ കൊണ്ടുപോയത്? ബയ്യേഴ്സാണ് കൊണ്ടുപോയത്. ഓക്കെ, ബയ്യേഴ്സാണ് കൊണ്ടുപോയത്. അവിടെ നിന്ന് ഹൈയിൽ നിന്നും ലോയിലേക്ക് ആരാ കൊണ്ടുപോയത്? സെല്ലേഴ്സാണ് കൊണ്ടുപോയത്. അവിടുന്ന് തിരിച്ച് ഈ ലോയിൽ നിന്ന് മാർക്കറ്റിനെ ക്ലോസ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ലെവലിലേക്ക് കൊണ്ടുപോയില്ലേ? എന്ന് വെച്ചാൽ ഈ ലോന്ന് ക്ലോസിലേക്ക് കൊണ്ടുപോയില്ലേ? അതാരാണ്? ബയ്യേഴ്സാണ് കൊണ്ടുപോയത്. നിങ്ങൾ ഈ ഒരു ക്യാൻഡിൽ നോക്കുകയാണെങ്കിൽ എന്താണ് മനസ്സിലാക്കാൻ കഴിയുന്നത്? മാർക്കറ്റ് ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പൺ ചെയ്തു, അതിനുശേഷം ഇവിടെ സ്ട്രെങ്ത് ആർക്കാണ്? സെല്ലേഴ്സിനല്ലേ സ്ട്രെങ്ത് കൂടുതൽ. ഈ ക്യാൻഡിൽ നമ്മൾ റീഡ് ചെയ്യുക, അല്ലെങ്കിൽ ഈ ക്യാൻഡിലിനെ പഠിക്കുകയാണെങ്കിൽ നമുക്ക് ഈ ക്യാൻഡിലിലെ ആർക്കാണ് പവർ കൂടുതൽ? സെല്ലേഴ്സിനാണ് പവർ കൂടുതൽ. ഓക്കെ, നമുക്ക് വേണമെങ്കിൽ ഒന്നുകൂടി പറയാം. നമുക്കൊന്നുകൂടി ഇതിനെ സൂം ചെയ്യുകയാണെങ്കിൽ എന്താണ്? ഈ ക്യാൻഡിലെ പ്രൈസ് ഓപ്പൺ ചെയ്തിട്ട് നേരെ മാർക്കറ്റ് ഹൈയിലേക്ക് പോയി. ഓക്കെ, ഹൈ ഉണ്ടാക്കി. ഈ ഹൈ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഓപ്പൺ ചെയ്തിട്ട് ഈ ഹൈ ഉണ്ടാക്കണമെങ്കിൽ ബയ്യേഴ്സ് അല്ലേ മാർക്കറ്റിനെ കൊണ്ടുപോകുന്നത്? ബയ്യേഴ്സാണ് കൊണ്ടുപോയത്. ഈ ഒരു ഹൈ എത്തിയ സമയത്ത് മാർക്കറ്റിനെ നേരെ താഴേക്ക് ഈ ഒരു ലോയിലേക്ക് കൊണ്ടുപോയി. ആരാ കൊണ്ടുപോയത്? സെല്ലേഴ്സ് അല്ലേ കൊണ്ടുപോയത്? സെല്ലേഴ്സാണ് കൊണ്ടുപോയത്. അതിനുശേഷം ഇവിടുന്ന് ക്ലോസിലേക്ക് ആരാണ് കൊണ്ടുപോയത്? വീണ്ടും ബയ്യേഴ്സാണ് കൊണ്ടുപോയത്. അപ്പം ഈ ഒരു ഓപ്പണിൽ നിന്ന് ഹൈയിലേക്ക് കൊണ്ടുപോയത് ബയ്യേഴ്സും, ഹൈയിൽ നിന്ന് ലോയിലേക്ക് കൊണ്ടുപോയത് സെല്ലേഴ്സും, ഈ ലോയിൽ നിന്ന് ക്ലോസിലേക്ക് കൊണ്ടുപോയതും ബയ്യേഴ്സാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ സ്ട്രെങ്ത് ആർക്കാണ്? സെല്ലേഴ്സിനാണ് സ്ട്രെങ്ത്. അതുകൊണ്ടാണ് ഈ ക്യാൻഡിൽ ഒരു ബെയറിഷ് ക്യാൻഡിലായിട്ട് കണക്കാക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇത്രയും നേരം പറഞ്ഞത് വെച്ചിട്ട് എന്താണ്? ഈ ഒരു ക്യാൻഡിൽ വായിച്ച് നോക്കുമ്പോൾ എന്താ മനസ്സിലാവുന്നത്? മാർക്കറ്റിൽ ഈ ഒരു ക്യാൻഡിൽ എന്ന് പറഞ്ഞാൽ ഒരു ബെയറിഷ് ക്യാൻഡിലാണ്. അതുപോലെ സെല്ലേഴ്സിൻ്റെ അല്ലെങ്കിൽ സെല്ലേഴ്സ് കൂടുതലായിട്ട് സെല്ലേഴ്സിൻ്റെ ആക്ടിവിറ്റി നടന്ന ഒരു ക്യാൻഡിലാണ് ഈ ക്യാൻഡിൽ. പക്ഷെ എന്താണ് ഒറ്റ പ്രശ്നം എന്ന് പറഞ്ഞാൽ എന്താണ്? മാർക്കറ്റ് ഗ്യാപ്പ് അപ്പ് ഓപ്പൺ ചെയ്തിട്ടാണ് ഒരു സെല്ലേഴ്സിൻ്റെ പവർ വന്നത്. ഓക്കെ, അപ്പോൾ പിറ്റേത്തെ ദിവസം ആൻറ്റിസിപ്പേറ്റ് ചെയ്യുമ്പോൾ എന്താണ് നമ്മൾ മനസ്സിലാക്കുന്നത്? ഇവിടെ മാർക്കറ്റിന് ഒരു ഗ്യാപ്പ് ഉണ്ടായത് കൊണ്ട് തന്നെ ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ ചിലപ്പം മാർക്കറ്റ് താഴേക്ക് വരാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, എന്താണ്? ഗ്യാപ്പ് അപ്പായിട്ട് ഓപ്പൺ ചെയ്തിട്ട് ഒരു സെല്ലേഴ്സ് പവറുള്ള ഒരു ക്യാൻഡിൽ മാർക്കറ്റ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ മാർക്കറ്റിന് ലിക്വിഡിറ്റി ഉള്ളത് ഏതാണ്? ഈ ഒരു സോൺ എന്ന് വെച്ചാൽ എന്താണ്? ഈ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ മാർക്കറ്റ് വരും. ഓക്കെ, അതാണ് നമ്മുടെ കോൺസെപ്റ്റ്. ലിക്വിഡിറ്റി കോൺസെപ്റ്റ് പ്രകാരം അങ്ങനെയാണ്. ഓക്കെ, നമ്മൾ ഈ ഒരു ക്യാൻഡിൽ നമ്മൾ ആൻറ്റിസിപ്പേറ്റ് ചെയ്തതുപോലെ തന്നെ ആ ഒരു ബെയറിഷ് പ്രഷർ കാണാൻ നമുക്ക് കഴിഞ്ഞു. പ്രീവിയസ്ലി നമ്മൾ പറഞ്ഞ ആ ഒരു ഗ്യാപ്പും ഫില്ല് ചെയ്ത് മാർക്കറ്റ് താഴേക്ക് പോയി. എന്താണ്? നമ്മളുടെ ഇലക്ഷൻ റിസൾട്ട് ഉദ്ദേശിച്ച പോലത്തെ ഒരു പെർഫോമൻസ് കാഴ്ചവെച്ചിട്ടില്ല. ഓക്കെ, ഇപ്പോൾ എന്താണ്? ഈ ഒരു ക്യാൻഡിൽ എന്ന് പറയുന്നത് എന്താണ്? ഒരു ബെയറിഷ് ക്യാൻഡിലാണ്. ഈ ബെയറിഷ് ക്യാൻഡിൽ എന്ത് ചെയ്തു?
ഇവിടെയുള്ള എല്ലാ ലിക്വിഡിറ്റീസും മാർക്കറ്റ് കളക്ട് ചെയ്തു. എന്താണ്, ഇതൊരു ട്രെൻഡ് ലൈൻ ലിക്വിഡിറ്റി ആയിരുന്നു. കണ്ടില്ലേ, ഈ ഒരു ട്രെൻഡ് ലൈൻ ലിക്വിഡിറ്റിയിലെ ഉള്ള ലിക്വിഡിറ്റീസ്, ഓക്കെ, എന്ത് ലിക്വിഡിറ്റിയാണ്? ഇവിടെയൊക്കെയുള്ള സെൽ സൈഡ് ലിക്വിഡിറ്റീസ് മാർക്കറ്റ് കളക്ട് ചെയ്തിട്ടാണ് മാർക്കറ്റ് ക്ലോസ് ആയിട്ടുള്ളത്. ഓക്കെ, എങ്ങനെയാണ് ഒരു ബെയറിഷ് ക്യാൻഡിൽ? ഓപ്പൺ, ഹൈ, ലോ, ക്ലോസ്. ഓക്കെ, ഓപ്പൺ ചെയ്ത് ഹൈ പോയി ലോ വന്നു. ഈ ലോയിൽ എന്തായി? മാർക്കറ്റ് എല്ലാ ലിക്വിഡിറ്റീസും എടുത്തത് വെച്ചാൽ താഴത്തെ ലോ എല്ലാം എടുത്തിട്ടാണ് മാർക്കറ്റ് മുകളിലേക്ക് പോയത്. ഓക്കെ, അപ്പോൾ ലിക്വിഡിറ്റി എടുത്തു കഴിഞ്ഞാൽ എന്താണ്? പിന്നെ മാർക്കറ്റിൻ്റെ ഈ ഒരു ക്യാൻഡിൽ വായിച്ച് നോക്കുമ്പോൾ എന്താണ്? പിന്നെ അടുത്ത നെക്സ്റ്റ് ഡേ മാർക്കറ്റ് എന്താണ്? ഒന്ന് മുകളിലേക്ക് പോകാൻ ചാൻസ് ഉണ്ട്. കാരണം ഇവിടെയുള്ള ലിക്വിഡിറ്റി എല്ലാം മാർക്കറ്റ് എടുത്തു കഴിഞ്ഞു. ഓക്കെ, അതുകൊണ്ട് തന്നെ മാർക്കറ്റ് മുകളിലേക്ക് പോകുന്നു. അപ്പം ഈ ഒരു രീതിയിലാണ് നമ്മളുടെ ആൻറ്റിസിപ്പേഷൻ പോകേണ്ടത്. അപ്പം നമ്മൾ ടോപ്പ് ഡൗൺ അനാലിസിസ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഓക്കെ, ടോപ്പ് ഡൗൺ അനാലിസിസ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ എന്താണ് വേണ്ടത്? വീക്ക്ലി ടൈം ഫ്രെയിം ആണ് എടുക്കേണ്ടത്. വീക്ക്ലി ടൈം ഫ്രെയിമിൽ എന്താണ്? നമുക്ക് നെഗറ്റീവ് എന്താണെന്ന് നോക്കണം. അതുപോലെ തന്നെ എന്താണ്? DRT ലെവൽ പ്ലോട്ട് ചെയ്യണം. ഓക്കെ, നിങ്ങൾ നോക്കുകയാണെങ്കിൽ നിഫ്റ്റിയുടെ ഫ്യൂച്ചർ ഇൻഡെക്സ് ചാർട്ടിൽ വീക്ക്ലി ടൈം ഫ്രെയിമാണ് യൂസ് ചെയ്തത്. ഈ വീക്ക്ലി ടൈം ഫ്രെയിമിൽ ആദ്യം നമ്മൾ നെഗറ്റീവ് ആണ് കാണേണ്ടത്. നെഗറ്റീവ് കാണുന്ന സമയത്ത് എങ്ങനെയാണ്? നമ്മൾ നോക്കുകയാണെങ്കിൽ എന്താണ്? ഒരു ബെയറിഷ് മാർക്കറ്റ് സ്ട്രക്ചർ വന്നു, മാർക്കറ്റ് ബ്രേക്ക് ചെയ്തു, അതിനുശേഷം മാർക്കറ്റ് ഒരു അപ് ട്രെൻഡിലാണ് പോകുന്നത്. അതുപോലെ തന്നെ എന്താണ്? ഒരു വീക്ക്ലിയിൽ ഒരു ട്രെൻഡ് ലൈൻ ലിക്വിഡിറ്റീനെ മാർക്കറ്റ് സ്വീപ്പ് ചെയ്തിട്ടുണ്ട്. കണ്ടില്ലേ, മാർക്കറ്റ് വന്ന് ഈ താഴെയുള്ള എല്ലാ ലിക്വിഡിറ്റീനെയും സ്വീപ്പ് ചെയ്ത് മാർക്കറ്റ് മുകളിൽ പോയി. ഓക്കെ, ഈ സമയത്ത് എന്താണ്? നമുക്ക് മനസ്സിലായി മാർക്കറ്റ് അപ് ട്രെൻഡ് പോകുന്ന മാർക്കറ്റിൽ ഒരു ഡൗൺ മൂവ്മെൻറ്റ്. ഈ ഡൗൺ മൂവ്മെൻറ്റ് എങ്ങനെയാണ് ഉണ്ടായതെന്ന് നമുക്കറിയാം. എലക്ഷൻ്റെ റിസൾട്ടാണ്. ആ എലക്ഷൻ്റെ റിസൾട്ടിൽ മാർക്കറ്റ് താഴേക്ക് വന്നിട്ട് താഴെയുള്ള ലിക്വിഡിറ്റീസിനെ എല്ലാം മാർക്കറ്റ് കളക്ട് ചെയ്ത് മാർക്കറ്റ് മുകളിലേക്ക് പോയി. ഓക്കെ, ഇനി നമുക്ക് എന്താ നോക്കേണ്ടത്? ഇനി നമുക്ക് നോക്കേണ്ടത് DRT ലെവൽ. നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇതിൽ DRT ലെവൽ എന്ന് പറയുമ്പോൾ എന്താണ്? ഡീലിംഗ് റേഞ്ച് തിയറി. ഓക്കെ, DRT ലെവൽസ് നോക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഫിബ് വെച്ചിട്ട് ഈ ഒരു വീക്ക്ലി ഹൈ ടു വീക്ക്ലി ലോ നമ്മൾ പ്ലോട്ട് ചെയ്യുന്നത്. എന്തുകൊണ്ടാണ് ഇതിനെങ്ങനെ നോക്കുന്നതെന്ന് വെച്ചാൽ നമുക്ക് 1 ഡേ ടൈം ഫ്രെയിമിലേക്ക് മാറ്റുമ്പോൾ മനസ്സിലാകും. ഓക്കെ, 1 ഡേ ടൈം ഫ്രെയിമിലേക്ക് നോക്കുമ്പോൾ എന്താണ്? നമുക്ക് ഡീലിംഗ് റേഞ്ച് തിയറി വെച്ച് നോക്കുകയാണെങ്കിൽ ഒരു സ്വിങ് ഹൈയും ഒരു സ്വിങ് ലോയും നമുക്ക് വേണം. ഓക്കെ, ഏതാണ് സ്വിങ് ഹൈ? ഇപ്പോഴത്തെ നിലവിലെ നോക്കുകയാണെങ്കിൽ സ്വിങ് ഹൈ എന്ന് പറയുന്നത് ഇതാണ്. ഓക്കെ, വീക്ക്ലി ഹൈയും സ്വിങ് ലോ എന്ന് പറയുന്നത് എന്താണ്? ഈ വീക്ക്ലി ലോയും. അതുകൊണ്ടാണ് നമ്മൾ 1 വീക്കിൽ ആ വീക്കിലെ ചാർട്ടിനെ നമ്മൾ എടുക്കുന്നത്. ഓക്കെ, നമുക്ക് നേരെ ഇനി 1 ഡേയിലേക്ക് പോവാം. ഓക്കെ, 1 ഡേയിൽ പോകുന്ന നമുക്ക് ഇതെന്താണ്? നമുക്ക് സ്വിങ് ഹൈ കിട്ടി, സ്വിങ് ലോ കിട്ടി. ഓക്കെ, സ്വിങ് ഹൈ കിട്ടി, സ്വിങ് ലോ കിട്ടി. അപ്പം DRT ലെവൽ പ്രകാരം നമുക്ക് ഓരോന്നും പ്ലോട്ട് ചെയ്യാം. ഏരിയ ഓഫ് ഇൻട്രസ്റ്റ് പ്ലോട്ട് ചെയ്യാം. ഫസ്റ്റത്തെ എന്താണ്? ഡീപ്പ് പ്രീമിയം. ഓക്കെ, ഇതെന്താണ്? ഡീപ്പ് പ്രീമിയം ആണ്. ഓക്കെ, ഈ ഒരു ഏരിയനെ പറയുന്ന പേര് ഡീപ്പ് പ്രീമിയം. അതുപോലെ തന്നെ അതിൻ്റെ താഴെ എന്താണ്? പ്രീമിയം. ഓക്കെ, പ്രീമിയം പ്രൈസ് ആണ് താഴെ. അതുപോലെ തന്നെ എന്താണ്? ഡിസ്കൗണ്ട്. ഓക്കെ, ഇത് ഡിസ്കൗണ്ട് ആണ്. ഇതെന്താണ്? ഇത് ഡീപ്പ് ഡിസ്കൗണ്ട്. ഓക്കെ, ഡീപ്പ് ഡിസ്കൗണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ഏരിയ ഉണ്ടോ നിങ്ങൾ? ഈ ഒരു ഏരിയ 50% അത് ഇക്വിലിബ്രിയം ആണ്. ഓക്കെ, ഇനി നിങ്ങൾ നോക്കുകയാണെങ്കിൽ എന്താണ്? നമ്മൾ ഡെയിലിയിൽ നമ്മൾ എന്ത് പറയും? ഡെയിലി നെഗറ്റീവ് നോക്കി അതുപോലെ തന്നെ DRT ലെവൽ വരച്ച് നമ്മൾ ഏരിയ ഓഫ് ഇൻട്രസ്റ്റ് ഇതുപോലെ നമ്മൾ മാർക്ക് ചെയ്തു. ഓക്കെ, ഇനി നമ്മൾ ഡെയിലി, ഇപ്പം നമ്മൾ നിൽക്കുന്നത് ഡെയിലി ടൈം ഫ്രെയിമാണ്. ഡെയിലി ടൈം ഫ്രെയിമിൽ നോക്കൂ, നിങ്ങൾ ക്യാൻഡിൽ നോക്കൂ. ഒരു ബുള്ളിഷ് ക്യാൻഡിലാണ് ഫോം ചെയ്തിട്ടുള്ളത്. ഓക്കെ, നമ്മുടെ എലക്ഷൻ റിസൾട്ട് കഴിഞ്ഞതിന് ശേഷം കഴിഞ്ഞ 3 ദിവസം, എലക്ഷൻ റിസൾട്ടിന് ശേഷം 3 ദിവസം എന്താണ്? പ്രൈസ് ബുള്ളിഷാണ് പോയത്. ഫസ്റ്റ് ക്യാൻഡിലും സെക്കൻഡ് ക്യാൻഡിലും തേർഡ് ക്യാൻഡിലും ബുള്ളിഷാണ്. ഓക്കെ, ഇത് നിങ്ങൾ ഈ ഒരു രീതിയിൽ നോക്കുമ്പോൾ എന്താണ്? മാർക്കറ്റ് ബുള്ളിഷ് അല്ലേ? ഓക്കെ, നിങ്ങൾ എന്ത് ചെയ്യുക? ഇവിടെ വോളിയം ആഡ് ചെയ്യൂ. ഓക്കെ, നമ്മൾ വോളിയം ആഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, മാർക്കറ്റിൽ മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റാത്ത 2 കാര്യമാണ് പ്രൈസ് അതുപോലെ തന്നെ വോളിയം. ഓക്കെ,
മാർക്കറ്റിൽ മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റാത്ത 2 കോമ്പോണൻ്റ് ഉണ്ടെങ്കിൽ അത് പ്രൈസും വോളിയുമാണ്. അതുകൊണ്ട് പ്രൈസും വോളിയും നിങ്ങൾ എന്താണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കണം. ഓക്കെ, ഇനി നോക്ക് നിങ്ങൾ കഴിഞ്ഞ 3 ദിവസത്തെ ക്യാൻഡിൽ എങ്ങനെയാണ് പോകുന്നത്? പ്രൈസ് മുകളിലേക്കാണ് പോകുന്നത്. ഓക്കെ, എന്നാൽ നിങ്ങൾ വോളിയം സെക്ഷനിലേക്ക് വരുമ്പോൾ എന്താണ് കഴിഞ്ഞ 3 ദിവസത്തെ ക്യാൻഡിൽ എങ്ങനെയാണ്? വോളിയം താഴേക്കാണ് പോകുന്നത്. ഓക്കെ, അപ്പോൾ കോറിലേഷൻ നോക്കുകയാണെങ്കിൽ എന്താണ്? നെഗറ്റീവ് കോറിലേഷൻ ആണ്. ഓക്കെ, എന്താണ്? പ്രൈസ് മുകളിലേക്ക് പോകുന്നു, വോളിയം താഴേക്ക് പോകുന്നു. ഇതിൻ്റെ മീനിങ് എന്താണ്? വീക്കാണ്. ഓക്കെ, ഡയറക്ഷൻ വീക്കാണ് എന്നാണ്. ഓക്കെ, ഡയറക്ഷൻ വീക്കാണ് എന്നാണ്. ഓക്കെ, ഡയറക്ഷൻ സ്ട്രോങ് ആണെന്നുള്ളതിൻ്റെ അടയാളം എന്താണ്? പ്രൈസ് മുകളിലേക്ക് പോകുന്നു, വോളിയം താഴേക്ക് പ്രൈസ് മുകളിലേക്ക് പോകുന്നു, വോളിയം മുകളിലേക്ക് പോകുന്നു. ഇതിൻ്റെ അർത്ഥം എന്താണ്? സ്ട്രോങ് ആണ്, മൊമെൻറ്റം സ്ട്രോങ് ആണെന്നാണ് ഇതിനർത്ഥം. ഇവിടെ നോക്കുകയാണെങ്കിൽ എന്താണ്? പ്രൈസ് മുകളിലേക്ക് പോകുന്നു, പക്ഷെ വോളിയം താഴേക്കാണ് പോകുന്നത്. അപ്പോൾ എന്താണ് അവിടെ ആ ഒരു മൊമെൻറ്റത്തിന് ഒരു സ്ട്രോങ് കുറവുണ്ട്. എന്തുകൊണ്ടാണ് മാർക്കറ്റ് സ്ട്രോങ് കുറവുണ്ട്? പ്രൈസ് എവിടെയാണ് ഇപ്പം നിൽക്കുന്നത്? ഞാൻ ഇനി ഈ വോളിയം ഒഴിവാക്കുകയാണ്. നിങ്ങൾക്ക് ഏകദേശം കാര്യം മനസ്സിലായിട്ടുണ്ടാവും. പ്രൈസ് ഇപ്പോൾ എത്തി നിൽക്കുന്ന ഏരിയ എന്ന് പറയുന്നത് എന്താണ്? ഡീപ്പ് പ്രീമിയത്തിലാണ് പ്രൈസ് ഇപ്പോൾ നിൽക്കുന്നത്. ഓക്കെ, പ്രൈസ് ഇപ്പോൾ എത്തി നിൽക്കുന്ന സ്ഥലം എന്താണ്? ഡീപ്പ് പ്രീമിയത്തിലാണ് പ്രൈസ് നിൽക്കുന്നത്. ഡീപ്പ് പ്രീമിയത്തിൽ എന്താണ് നമ്മൾ മെയിൻലി ഫോക്കസ് ചെയ്യേണ്ടത്? എന്താണ്? ഒരു ഡീപ്പ് പ്രീമിയത്തിലെത്തുമ്പോൾ നമ്മൾ ഏരിയ ഓഫ് ഇൻട്രസ്റ്റ് വഴി നമ്മളുടെ ആക്ഷൻ എന്താവണം? സെല്ലാവണം. കാരണം എന്താണ്? സെല്ലിങ് ഇതുവരെ വന്ന ഈ ഒരു ഏരിയ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഈ സ്വിങ് ഹൈന്ന് സ്വിങ് ലോയിലേക്ക് ഒരു മൂവ്മെൻറ്റ് താഴേക്ക് വന്നല്ലോ. ആ ഏരിയയിൽ നിന്ന് വന്ന ആ ഒരു സെല്ലിങ് നടന്ന ഏരിയയാണ് ഈ ഡീപ്പ് പ്രീമിയം എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ പ്രൈസ് പോയി നിൽക്കുന്ന ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് എന്താണ്? ഡീപ്പ് പ്രീമിയത്തിലാണ്. ഓക്കെ, ഡീപ്പ് പ്രീമിയത്തിൽ നമ്മളുടെ ആക്ഷൻ എന്താവണം? സെല്ലാവണം നമ്മളുടെ ആക്ഷൻ. ഓക്കെ, ഇനി എന്ത് ചെയ്യുക? നമുക്ക് ഡെയിലിയിൽ എന്തെങ്കിലും PDRAs ഉണ്ടോ എന്ന് നോക്കാം. ഓക്കെ, നിങ്ങൾ നോക്കുകയാണെങ്കിൽ എന്താണ്? ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഒരു ഡെയിലി ഫെയർ വാല്യൂ ഗ്യാപ്പ് ഫോം ചെയ്തിട്ടുണ്ട്. കണ്ടില്ലേ? ഡെയിലി ഫെയർ വാല്യൂ ഗ്യാപ്പ്. നമുക്ക് എന്ത് ചെയ്യാം? അതിന് ഈ ഒരു കളർ കൊടുക്കാം. ഓക്കെ, നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഡെയിലി ഫെയർ വാല്യൂ ഗ്യാപ്പ് ഫോം ആയിട്ടുണ്ട്. ഓക്കെ, ഡെയിലി ഫെയർ വാല്യൂ ഗ്യാപ്പ് ഫോം ആയിട്ടുണ്ട്. നമുക്കിതിന് ഡെയിലി ഫെയർ വാല്യൂ ഗ്യാപ്പ് എന്ന് കൊടുക്കാം. ഓക്കെ, ഡെയിലി FEG. ഓക്കെ, ഡെയിലി FEG കൊടുത്തു. ഓക്കെ, അപ്പം വീക്ക്ലി ടൈം ഫ്രെയിമിൽ നമ്മൾ പറഞ്ഞു ഒരു സ്വിങ് ഹൈ സ്വിങ് ലോ കണ്ടെത്തി നമ്മൾ DRT ലെവൽ നോക്കി, അതുപോലെ ലിക്വിഡിറ്റി സ്വീപ്പ് കണ്ടു. ഡെയിലി ടൈം ഫ്രെയിമിൽ എന്താണ്? ഡെയിലി ടൈം ഫ്രെയിമിൽ നോക്കുന്ന സമയത്ത് എന്താണ്? നമുക്ക് ആ പ്രൈസും വോളിയും തമ്മിലുള്ള കോറിലേഷൻ നമുക്ക് മനസ്സിലായി. എന്താണ്? ഡെയിലി ക്യാൻഡിൽസ് മാർക്കറ്റ് മുകളിലേക്കാണ് പോകുന്നത്, പക്ഷേ ഡെയിലി വോളിയം താഴേക്കാണ് പോകുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ഏരിയ ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? പ്രൈസ് ഇപ്പം നിൽക്കുന്ന ഡെസ്റ്റിനേഷൻ എന്ന് പറഞ്ഞാൽ പ്രീമിയത്തിലാണ്, അതും ഡീപ്പ് പ്രീമിയത്തിലാണ് പ്രൈസ് നിൽക്കുന്നത്. ഇവിടുത്തെ ആക്ഷൻ എന്തായിരിക്കണം? സെല്ലിംഗ് ആയിരിക്കണം കൂടുതൽ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്. എന്ന് വെച്ച് ബൈയിങ് ഫോക്കസ് ചെയ്യരുത് എന്നല്ല, ഇവിടുത്തെ ഏരിയ ഓഫ് ഇൻട്രസ്റ്റ് സെല്ലിംഗ് ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ അതിനുശേഷം നമ്മളൊരു ഡെയിലി ഫെയർ വാല്യൂ ഗ്യാപ്പ് ഫൈൻഡ് ചെയ്തു. ഓക്കെ, ഇനി എന്താണ്? നമ്മൾ അടുത്ത വ്യൂ എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ സ്വിച്ച് ചെയ്യുക. അടുത്ത ടൈം ഫ്രെയിം നമ്മുടെ ഹയർ ടൈം ഫ്രെയിം ആയിട്ടുള്ള 4 ഹവറിലേക്ക് നമ്മൾ ഷിഫ്റ്റ് ചെയ്യുന്നു. ഓക്കെ, മാർക്കറ്റിനെ വീണ്ടും നമ്മൾ 4 ഹവറിലേക്ക് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ എന്താണ് നമുക്ക് മനസ്സിലാവുന്നത്? സ്വിങ് ഹൈ സ്വിങ് ലോ ഫോം ചെയ്തു, നമ്മൾ DRT ലെവൽസ് വരച്ചു. പ്രൈസ് ഇപ്പം നിൽക്കുന്നത് ഡീപ്പ് പ്രീമിയത്തിലാണ്, അവിടുത്തെ ഏരിയ ഓഫ് ഇൻട്രസ്റ്റ് സെല്ലിംഗ് ആണ്. അതുപോലെ ഡെയിലി ഫെയർ വാല്യൂ ഗ്യാപ്പ് നമുക്ക് കിട്ടി. നമുക്ക് 4 ഹവറിൽ അതുപോലെ തന്നെ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് താഴേക്കും കിട്ടി. കണ്ടില്ലേ? ഇതെന്താണ്? ഒരു 4 ഹവർ ഫെയർ വാല്യൂ ഗ്യാപ്പാണ്. ഇതിൻ്റെ കളർ ജസ്റ്റ് ഒന്ന് മാറ്റുന്നു. ഇവിടെ 4 ഹവർ FEG എന്ന് കൊടുക്കുന്നു. ഓക്കെ, 4 ഹവർ FEG എന്ന് കൊടുക്കുന്നു. അപ്പോൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ എന്താണ്? പ്രൈസ് സ്വിങ് ഹൈന്ന് സ്വിങ് ലോയിലേക്ക് വന്നു. പ്രൈസ് ഇപ്പം നിൽക്കുന്നത് ഡീപ്പ് പ്രീമിയത്തിലാണ്. ഓക്കെ, അപ്പോൾ അതിനുശേഷം എന്താണ്? 4 ഹവറിൽ നമുക്കൊരു ഫെയർ വാല്യൂ ഗ്യാപ്പ് കിട്ടി. ഓക്കെ, അതിനുശേഷം എന്താണ്? നമ്മൾ 1 ഹവറിലേക്ക് മാറ്റി. ഓക്കെ, 1 ഹവറിലേക്ക് മാറ്റുന്ന സമയത്ത് എന്താണ്? അപ്പോഴും നമ്മൾ പറഞ്ഞതുപോലെ തന്നെ പ്രൈസ് ഡീപ്പ് പ്രീമിയത്തിൽ നമുക്ക് കിട്ടി. അതുപോലെ തന്നെ എന്താണ്? ഈ 4 ഹവർ ഫെയർ വാല്യൂ ഗ്യാപ്പിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് 1 ഹവർ
ഫെയർ വാല്യൂ ഗ്യാപ്പ് കണ്ടല്ലേ, 1 അവർ ഫെയർ വാല്യൂ ഗ്യാപ്പ്, അതുപോലെ 1 അവർ ഫെയർ വാല്യൂ ഗ്യാപ്പ്. ഓക്കെ, അപ്പോൾ എൻ്റെ ആൻറ്റിസിപ്പേഷൻ എന്താണ്? ഓക്കെ, ഞാൻ വീക്കിലി, ഡെയിലി, അതുപോലെ 4 അവർ, 1 അവർ, മാക്സിമം ഒരു 50 മിനിറ്റ്സിലേക്കും കൊണ്ടുപോകും. ഓക്കെ, ഇനിയുള്ള എൻ്റെ ആൻറ്റിസിപ്പേഷൻ എന്ന് പറയുന്നത് എന്താണ്? പ്രൈസ് ഡി പ്രീമിയത്തിൽ എത്തിയത് കൊണ്ട് തന്നെ എൻ്റെ ഇമ്പോർട്ടൻസ് കൂടുതലും സെല്ലിങ്ങിനായിരിക്കും. ഓക്കെ, കാരണം താഴേക്ക് വരാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ താഴേക്ക് മാർക്കറ്റ് വരാൻ വേണ്ടിയിട്ട് താഴെ ലിക്വിഡിറ്റീസ് മാർക്കറ്റിനുണ്ട്. എന്താണ്? ഇൻറ്റേർണൽ റേഞ്ച് ലിക്വിഡിറ്റീസ് മാർക്കറ്റിനുണ്ട്. ഏതൊക്കെയാണ് മാർക്കറ്റിന് ഇൻറ്റേർണൽ റേഞ്ച് ലിക്വിഡിറ്റീസ്? നമുക്ക് 4 അവർ ഫെയർ വാല്യൂ ഗ്യാപ്പും ഡെയിലി ഫെയർ വാല്യൂ ഗ്യാപ്പും ഉണ്ട്. ഓക്കെ, അപ്പോൾ എൻ്റെ ആൻറ്റിസിപ്പേഷൻ എന്താണ്? പ്രൈസ് താഴേക്ക് വരാനുള്ള ഒരു ആൻറ്റിസിപ്പേഷനാണ് ഞാനിപ്പം എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളുടെ അനാലിസിസ് ഇനി 15 മിനിറ്റ്സിലേക്ക് നമ്മൾ സ്വിച്ച് ചെയ്യാണ്. സ്വിച്ച് ചെയ്യുന്ന സമയത്ത് എന്താണ്? നമ്മൾ പറഞ്ഞ പോലെ തന്നെ പ്രൈസ് ഉള്ളത് ഡി പ്രീമിയത്തിലാണ്. താഴേക്ക് മാർക്കറ്റിന് ഡെയിലി ഫെയർ വാല്യൂ ഗ്യാപ്പ്, 4 അവർ ഫെയർ വാല്യൂ ഗ്യാപ്പ്, 1 അവർ ഫെയർ വാല്യൂ ഗ്യാപ്പ് ഉണ്ട്. അപ്പോൾ ഇന്നത്തെ ദിവസം നോക്കുകയാണെങ്കിൽ എന്താണ്? ജൂൺ 7 ആണ്. ഓക്കെ, നമ്മളുടെ ജൂൺ 10 എൻ്റെ ആൻറ്റിസിപ്പേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ബെയറിഷ് എൻട്രിക്കായിരിക്കും ഞാൻ കൂടുതൽ ഫോക്കസ് കൊടുക്കുന്നത്. കാരണം എന്താണ്? ഡീപ്പ് പ്രീമിയത്തിലാണ് പ്രൈസ് ഉള്ളത്. അതുപോലെ മാർക്കറ്റിന് താഴേക്ക് വരാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ മാർക്കറ്റ് താഴേക്ക് വരാൻ വേണ്ടിയിട്ട് മാർക്കറ്റിന് 4 അവർ, 1 ഡേ, 1 അവർ ഫെയർ വാല്യൂ ഗ്യാപ്പുകളുണ്ട്. അപ്പോൾ അത് ഫില്ല് ചെയ്യാൻ മാർക്കറ്റ് താഴേക്ക് വരാൻ ചാൻസ് ഉണ്ട്. അതുപോലെ നമ്മൾ ഡെയിലിയിൽ പറഞ്ഞ ക്യാൻഡിൽസ് മാർക്കറ്റ് മുകളിലേക്കാണ് പോകുന്നതെങ്കിലും വോളിയം ബേസിൽ മാർക്കറ്റ് താഴേക്ക് വരാനാണ് ചാൻസ്. അപ്പോൾ അതുകൊണ്ട് എന്താണ്, നിങ്ങൾ ഇനിയിപ്പം നാളെ ഇപ്പം ഈ ഒരു ഓക്കെ, അപ്പോൾ നമ്മൾ ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് നോക്കുമ്പോൾ എന്താണ്, നാളെ ട്രേഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? നമ്മൾ ഡീപ്പ് പ്രീമിയത്തിലാണ് പ്രൈസ് ഇപ്പോൾ ഉള്ളത്. ഓക്കെ, അതുപോലെ തന്നെ താഴേക്ക് മാർക്കറ്റിന് വരാനുള്ളത് എന്താണ്? മാർക്കറ്റ് താഴേക്ക് വരാൻ വേണ്ടിയിട്ട് 4 അവർ ഫെയർ വാല്യൂ ഗ്യാപ്പ്, അതുപോലെ ഡെയിലി ഫെയർ വാല്യൂ ഗ്യാപ്പ് മാർക്കറ്റിന് താഴേക്ക് വരാനുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ എന്താണ്, കഴിഞ്ഞ നമ്മൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ളൊരു ഗ്യാപ്പ് മാർക്കറ്റിന് ഇവിടെ ഉണ്ട്. നിങ്ങൾ നോക്കുകയാണെങ്കിൽ മനസ്സിലാവും, ഇവിടെ ലേറ്റസ്റ്റ് ആയിട്ട് മാർക്കറ്റിനൊരു ഗ്യാപ്പ് ഉണ്ട്. കണ്ടില്ലേ? ഈ ഒരു ഗ്യാപ്പ് ഏകദേശം മാർക്കറ്റ് ഫില്ല് ചെയ്ത് കഴിഞ്ഞു. കണ്ടില്ലേ? ഈ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്ത് കഴിഞ്ഞു. അതുപോലെ പ്രൈസ് ഉള്ളത് ഡീപ്പ് പ്രീമിയത്തിലാണ്. ഈ ഒരു ഏരിയ എന്നൊക്കെ പറയുന്നത് ഹൈ പ്രൈസ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മളുടെ പ്രീവിയസ്ലി ആ ഒരു സെല്ല് വന്ന ഏരിയയിലാണ് പ്രൈസ് നിൽക്കുന്നത്. അതുകൊണ്ട് കൂടുതൽ ഫോക്കസ് സെല്ലിങ്ങിന് കൊടുക്കുക. ഇൻ കേസ് ഹൈ പ്രോബബിലിറ്റി ആയിട്ട് നമുക്കൊരു ബൈ വരികയാണെങ്കിൽ നമുക്കൊരു സ്കാൽപ്പിംഗ് പർപ്പസ് പോലെ എടുക്കാം. പക്ഷെ മെയിൻ ഫോക്കസ് കൊടുക്കേണ്ടത് സെല്ലിങ്ങിനായിരിക്കണം. ഓക്കെ, ഇതൊരു കാരണവശാലും ഒരു പ്രഡിക്ഷനോ കാര്യങ്ങളോ ഒന്നുമല്ല. ഇത് ജസ്റ്റ് ഒരു ആൻറ്റിസിപ്പേഷനാണ്. നാളത്തെ ട്രേഡിംഗ് ഡേയിൽ മാർക്കറ്റിൻ്റെ ഡയറക്ഷൻ നമ്മളൊന്ന് ആൻറ്റിസിപ്പേറ്റ് ചെയ്യാണ്, ഒരിക്കലും പ്രഡിക്ഷൻ അല്ല. മാർക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് തിരിച്ച് മാർക്കറ്റ് ഇവിടെ ഒരു സൈഡ് വൈസ് കളിക്കാം, അല്ലെങ്കിൽ എന്ത് ചെയ്യുക, പ്രൈസ് താഴേക്ക് നമ്മുടെ ഫെയർ വാല്യൂ ഗ്യാപ്പോ ഡെയിലി ഫെയർ വാല്യൂ ഗ്യാപ്പോ മിറ്റിഗേറ്റ് ചെയ്യുന്ന രീതിയിൽ മാർക്കറ്റ് താഴേക്ക് വരാം. എന്താണെങ്കിലും നിങ്ങൾ മനസ്സിലാക്കേണ്ടത് പ്രൈസ് ഉള്ളത് ഇപ്പം എന്താണ്, ഒരു പ്രീമിയം ഏരിയയിലാണെന്ന് മനസ്സിലാക്കുക. പ്രീമിയം ഏരിയൻ്റെ പ്രത്യേകത എന്താണ്? ഹൈ പ്രൈസ് ആയിരിക്കും. ഓക്കെ, സെല്ലേഴ്സ് ടെറിട്ടറി ആണ്. ഓക്കെ, സെല്ലർ ടെറിട്ടറി പോയിട്ട് ബൈ ചെയ്യുമ്പോൾ ആലോചിക്കാം. ഓക്കെ, നമുക്ക് അത്രയും ഹൈ പ്രോബബിലിറ്റി എൻട്രി ഉണ്ടെങ്കിൽ മാത്രം ഒരു ബൈയിങ് ചെയ്യുക. അല്ലെങ്കിൽ സെല്ലിംഗ് ഓപ്പർച്യൂണിറ്റി നോക്കുകയാണെങ്കിൽ ടാർഗറ്റ് ചെയ്യേണ്ടത് ഏതൊക്കെ ഏരിയ ആണ്? നമ്മളുടെ DRT ലെവൽ, 4 അവർ, ഡെയിലി ഏരിയ, ഈ പ്രീമിയം ഏരിയസിൻ്റെ ഉള്ളിൽ സെല്ലിംഗ് ടാർഗറ്റ്സ് പ്ലാൻ ചെയ്യുക. ഓക്കെ, താങ്ക് യു.